ഒരാൾ വിൽപത്രം എഴുതി വെക്കാതെ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും നിയമപരമായി എങ്ങനെ ലഭിക്കും? ഏറ്റവും അധികം സ്ത്രീകൾക്കാണ് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു 3-4 പോയിന്റ്സ് നമുക്ക് ആൾക്കാർ ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ദൈവമേ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന 4 സാധനം പറയാൻ പറ്റും. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 വൈഫിനെ നോക്കിക്കോളൂ. ഇമാജിൻ. ഓക്കെ, ഹിന്ദു ഫാമിലിക്ക് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100% ഓഫ് ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി പോകുന്നത് വൈഫിനാണ്. പക്ഷേ ക്രിസ്ത്യൻസിന്, മുസ്ലിമിന് അങ്ങനെയല്ല. ഇന്ത്യൻ നിയമപ്രകാരം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ ഇതിന് വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ്, 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാകുന്ന ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കാം. മക്കളുള്ളപ്പോൾ സ്വത്തിന്റെ 33.3% ഭാര്യയ്ക്ക് ലഭിക്കും. ബാക്കി വരുന്ന 66.67% ആൺപെൺ വ്യത്യാസമില്ലാതെ മക്കൾക്ക് തുല്യമായി വീതിച്ചു നൽകും. മക്കളില്ലെങ്കിൽ ഭാര്യയ്ക്ക് പകുതി സ്വത്തും ബാക്കി പകുതി മരണപ്പെട്ട ആളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമായി വീതിച്ചു നൽകും. തറവാട് സ്വത്ത് എന്ന പ്രത്യേക സങ്കല്പം ഇതിലില്ല. ഹിന്ദുക്കൾക്ക് ബാധകമായ 1956 ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഭാര്യ, അമ്മ, ആൺമക്കൾ, പെൺമക്കൾ എന്നിവരെല്ലാം ക്ലാസ് 1 അവകാശികളാണ്. സ്വത്ത് ഇവർക്ക് എല്ലാവർക്കും തുല്യമായി വീതിച്ചു നൽകും. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ഭാര്യയും അമ്മയും 2 മക്കളും ഉണ്ടെങ്കിൽ സ്വത്ത് 4 സമഭാഗങ്ങളാക്കി ഓരോ ഭാഗം വീതം എല്ലാവർക്കും ലഭിക്കും. 2005 സുപ്രധാന നിയമ ഭേദഗതി പ്രകാരം കുടുംബസ്വത്തിൽ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ജന്മനാൽ തുല്യ അവകാശമുണ്ട്. ഇനി മക്കളില്ലെങ്കിൽ മറ്റുള്ള ക്ലാസ് 1 അവകാശികൾ ഇല്ലാത്ത പക്ഷം ഭാര്യയ്ക്ക് പൂർണ്ണ സ്വത്തും ലഭിക്കും. 1937 മുസ്ലിം ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ച് മക്കളുള്ളപ്പോൾ ഭാര്യയ്ക്ക് മൊത്തം സ്വത്തിന്റെ 12.5% മാത്രമാണ് ലഭിക്കുക. ബാക്കി ഭാഗം മക്കൾക്ക് വിഭജിക്കും. മക്കൾക്കിടയിൽ സ്വത്ത് വീതിക്കുമ്പോൾ 2:1 എന്ന അനുപാതത്തിലാണ് നൽകുന്നത്. അതായത് ഒരു ആൺകുട്ടിക്ക് ലഭിക്കുന്നതിന് പകുതി വിഹിതം മാത്രമാണ് പെൺകുട്ടിക്ക് ലഭിക്കുക. മക്കളില്ലെങ്കിൽ ഭാര്യയുടെ വിഹിതം 1/4 ഭാഗമായി, അതായത് 25% ഉയരും. ചുരുക്കത്തിൽ ഹിന്ദു, ക്രിസ്ത്യൻ നിയമങ്ങളിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശമുള്ളപ്പോൾ മുസ്ലിം നിയമത്തിൽ മകന് കിട്ടേണ്ട സ്വത്തിന്റെ പകുതി മാത്രമേ മകൾക്ക് കിട്ടുന്നുള്ളൂ. ഭർത്താവ് മരിച്ച ശേഷം ഭാര്യയ്ക്ക് കിട്ടുന്ന വിഹിതം ക്രിസ്ത്യൻ നിയമത്തിൽ 33% ആണെങ്കിൽ മുസ്ലിം നിയമത്തിൽ അത് വെറും 12% മാത്രമാണ്. എന്നാൽ ഹിന്ദു നിയമത്തിൽ അമ്മയ്ക്കും മക്കൾക്കും ഒപ്പം ഭാര്യയ്ക്കും തുല്യ അവകാശം ലഭിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.